ഹായ് ഹലോ നമസ്കാരം. അമൃതാസ് മൾട്ടിക്കോട്ടിലേക്ക് വീണ്ടും സ്വാഗതം. ഈ പറ്റൽമുളക് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട കേട്ടോ. നമ്മൾ ഇന്ന് ഹെൽത്തി ആയിട്ട് മുരിങ്ങ ഇലയുടെ പൊടി കൊണ്ടുള്ള ഒരു ദോശയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അത് വെയിറ്റ് ലോസ് നോക്കുന്നവർക്കും അല്ലാതെ സാധാരണക്കാർക്കും എല്ലാവർക്കും തന്നെ കഴിക്കാവുന്നതാണ്. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ഒരുപോലെ കഴിക്കാം. അതിലേക്ക് ഞാനൊരു പാത്രത്തിൽ ഒരു 10 വറ്റൽമുളകും 2 തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എണ്ണയൊന്നും ചേർക്കണ്ട. നമ്മളിത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇതൊന്ന് എന്നിട്ട് മിക്സിയിൽ ചതച്ചെടുക്കണം. അതിലേക്ക് വേണ്ടിയാണ്. നന്നായിട്ട് ചൂടായി വരട്ടെ. നമ്മൾ മുളക് വറുത്ത് മാറ്റിയ പാത്രം ചൂടോടെ തന്നെ താഴെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. സ്റ്റൗ ടോപ്പിൽ നിന്ന് മാറ്റിയിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മുരിങ്ങ ചീരയുടെ പൊടി, മുരിങ്ങയില ഉണങ്ങി പൊടിച്ച പൊടിയാണ് ചേർക്കുന്നത്. അതൊന്ന് ചൂടാക്കി എടുക്കണം. ഇതേപോലെ അങ്ങ് ചേർത്ത് ഉപയോഗിക്കരുത്. അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ലാത്തതാണ്. പിന്നെ മുരിങ്ങയിലയുടെ ഗുണങ്ങളെല്ലാം എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഞാനതുകൊണ്ട് പറഞ്ഞ് ബോറടിപ്പിക്കുന്നില്ല. ആഴ്ചയിൽ ഒരു 2 ദിവസമെങ്കിലും മുരിങ്ങയിലയോ എന്തെങ്കിലും ഇലക്കറികൾ കഴിക്കുന്നത് നല്ലതാണ്. അപ്പം നമുക്ക് ഈ മുരിങ്ങയില പൊടി നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. സ്റ്റൗ കത്തിച്ചിട്ട് ഒരിക്കലും ചൂടാക്കരുത്. ഒന്നാമത് ഇതിൽ കുറച്ച് കയ്പ്പ് രസം ഉള്ളതാണ്. പൊടി നമ്മൾ സ്റ്റൗവിൽ വെച്ചിട്ട് പിന്നെയും ചൂടാക്കുന്ന സമയത്ത് കയ്പ്പൊന്ന് കൂടും, കരിഞ്ഞു പോകും. പൊടി നന്നായി ചൂടായിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുളകും കറിവേപ്പിലയാണ്. കറിവേപ്പില കണ്ടോ, അതെങ്ങനെ എടുക്കുമ്പോൾ പൊടിയുന്ന പരുവത്തിന് ചൂടാക്കി എടുക്കണം. അതുപോലെ തന്നെ വറ്റൽമുളകും. ഇത് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. കരിഞ്ഞ വിത്തൊന്നും ചേർക്കരുത് കേട്ടോ, അത് മാറ്റി വയ്ക്കാം. ചെറിയൊരു കയ്പ്പ് വരും, അതുകൊണ്ട് അത് വേണ്ട. നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്ത് വരാം. ഞാനിതാ കുറച്ച് ദോശ മാവ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കുറച്ച് കട്ടിയിലാണ് ഇരിക്കുന്നത്. നമുക്കൊന്ന് ലൂസാക്കി എടുക്കേണ്ടി വരും. അതിനായിട്ട് ഞാനിവിടെ കുറച്ച് തേങ്ങാപ്പാലാണ് എടുക്കുന്നത്. വെള്ളം ചേർക്കുന്നില്ല. ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങാപ്പാൽ എടുത്തു വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ച മുരിങ്ങയിലപ്പൊടി, അത് അവരവർക്ക് എത്രയാണോ ആവശ്യം അത് ചേർക്കാം കേട്ടോ. ഞാൻ ചൂടാക്കിയതിന്റെ പകുതിയാണ് ഇപ്പൊ ചേർത്ത് കൊടുക്കുന്നത്. മാവ് ഇത്തിരിയല്ലേ ഉള്ളൂ, അപ്പൊ ഇത്രയും മതിയാകും. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വിസ്ക് വേണമെങ്കിൽ അത് വെച്ചിട്ട് ചെയ്യാം കേട്ടോ. ഇതൊന്ന് മിക്സായി വരാനായിട്ട് കുറച്ച് പാടുണ്ട്. മാവിൽ ഡയറക്റ്റായിട്ട് ചേർത്ത് മിക്സ് ചെയ്യാം. ഇപ്പം മാവിൽ വെള്ളം മതിയാകാത്തതുകൊണ്ട് ഞാൻ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ രീതിയിൽ ചെയ്യുന്നത്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. മാവിന്റെ കൂടെ ചേർത്ത് കൊടുക്കാം. കുറച്ചും കൂടി തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ ചൂടാക്കി ക്രഷ് ചെയ്ത് വെച്ചിരുന്ന മുളക് പൊടി അതും കൂടെ കുറച്ച് ചേർത്ത് കൊടുക്കാം. ചൂടാക്കി പൊടിച്ചത് കൊണ്ട് തന്നെ നല്ല മണം കേട്ടോ. അത് ഞാനിപ്പോൾ ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുട്ടികൾക്കാണെങ്കിൽ കുറച്ച് മതി, അല്ലെങ്കിൽ ഒഴിവാക്കാം. നേരത്തെ ഞാൻ ഉപ്പിട്ട് കലക്കി വെച്ച മാവാണ്. നമ്മളിപ്പം ചില്ലി ഫ്ലേക്സ് ഒക്കെ ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉപ്പ് നോക്കിയിട്ട് മതിയായില്ലെങ്കിൽ ചേർത്ത് കൊടുക്കാം. അങ്ങനെ നല്ല മുരിങ്ങയില ദോശ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ദോശ ചുട്ട് തുടങ്ങാം. ദോശ തവ വെച്ച് കൊടുത്തിട്ടുണ്ട് സ്റ്റൗ ടോപ്പിൽ. കല്ല് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ദോശ ഒഴിച്ചു കൊടുക്കാം. ഇവിടെ മുരിങ്ങയില ദോശ, മുരിങ്ങയില പൊടി ദോശ.
കുറച്ച് നെയ്യ് ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് മൊരിയിട്ട് അടുത്ത വശം മറിച്ചിട്ട് കൊടുക്കാം. ദോശ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല അടിപൊളി ദോശ. വീണ്ടും മാവ് ചേർത്ത് കൊടുക്കാം തവയിലേക്ക്. അടുത്ത ദോശയും ഒരു വശം മൊരിഞ്ഞിട്ടുണ്ട്. നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. അടുത്ത ദോശയും റെഡിയായി. അങ്ങനെ നമ്മുടെ നല്ല മുരിങ്ങ ഇല പൊടി ദോശ റെഡിയായിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ഞാനൊരു ചട്നി ഉണ്ടാക്കിയിട്ടുണ്ട്. സവോളയും തക്കാളിയും വെളുത്തുള്ളിയും വറ്റൽ മുളകെല്ലാം കൂടി ഇട്ട് വഴറ്റിയ ഒരു ചട്നിയാണ്. ആ ചട്നിയുടെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇതിൻ്റെ കൂടെ ആ ചട്നി നല്ല ചേരുവയാണ് ഈ ദോശയുടെ കൂടെ. അപ്പോൾ ഈ ദോശ എല്ലാവരും ഒന്നുണ്ടാക്കി നോക്കുമല്ലേ? നല്ല ഹെൽത്തിയാണ്. ഡയറ്റ് നോക്കുന്നവർക്കും കഴിക്കാം. നമ്മൾ ആരോഗ്യമായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കണം എല്ലാവർക്കും എടുക്കാൻ പറ്റിയ ഒരു ദോശയാണ്. ആഴ്ചയിൽ 1-2 ദിവസം എടുക്കാൻ കുഴപ്പമൊന്നുമില്ല. മുരിങ്ങക്കീര അത്രയും നല്ലതാണ് ശരീരത്തിന്, എല്ലാവർക്കും അറിയാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇനിയും ഇതേപോലെ നല്ല നല്ല വിഭവങ്ങളുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.